Hi, hello, assalamu alaikum and welcome back to yet another brand new episode of Being Glue. So നമ്മൾ കുറേ ആയി ഇങ്ങനെ ഇരുന്നൊന്ന് സംസാരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീഡിയോ എൻ്റെ വെഡിങ് സാധനങ്ങളുടെ ഒക്കെ ഹോണസ്റ്റ് റിയാക്ഷൻ ആ സംഭവമായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തതൊക്കെ ഇങ്ങനെ പോകുന്നതും വരുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മളിങ്ങനെ ഒരു സ്വസ്ഥമായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ട്. അപ്പോൾ ഇന്നെന്താ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് മൈൻഡിൽ വന്നൊരു സംഗതിയാണ്. കുറേ ആയി ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഹാൻഡ് സ്റ്റാക്സിൻ്റെ കളക്ഷൻ വീഡിയോ ചോദിക്കുന്നത്. സംഭവം എൻ്റെ അടുത്ത് കുറേ ഒന്നും കാണിക്കാനില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഞാൻ കൂടുതലും എനിക്ക് തോന്നുന്നു UAE വന്നിട്ടാണ് പർച്ചേസ് ചെയ്തത്. നാട്ടിൽ നിന്ന് നമുക്ക് ഈ ഒരു സംഭവം അത്ര അങ്ങോട്ട് ട്രെൻഡിങ് ആയിരുന്നില്ല. മറ്റേ വാച്ച് ബാംഗിൾസ് ആയിരുന്നല്ലോ നാട്ടിൽ ട്രെൻഡിങ്. അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് ഹാൻഡ് സ്റ്റാക്സ് ട്രെൻഡിങ് ആയി തുടങ്ങിയത്. അപ്പം ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി ഹാൻഡ് സ്റ്റാക്സ്. ഒരുപാട് പേരില്ലെങ്കിലും ഫ്യൂ പീപ്പിൾ ചോദിച്ചിട്ടുണ്ടായി ഹാൻഡ് സ്റ്റാക്സ് കളക്ഷൻ ചെയ്യുമോ. അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഡീറ്റെയിൽഡ് യൂട്യൂബ് വീഡിയോ തന്നെ അങ്ങോട്ട് ചെയ്തേക്കാം. സോ എന്തായാലും നമുക്കധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു കുഞ്ഞു കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനൊരു ബാംഗിൾ സ്റ്റാൻഡിലാണ് ഞാൻ എല്ലാതും ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഇത് ആക്ച്വലി ഞാൻ ടെമൂന്നാണ് പർച്ചേസ് ചെയ്തത് കേട്ടോ. ഇതിന് എത്ര 36 ദിറംസോ അങ്ങനെ എന്തോ ആണ്. ഇതിൻ്റെയും വില കുറഞ്ഞതുണ്ട്, പക്ഷെ എനിക്ക് ക്വാളിറ്റി കുറച്ച് കുറയുമെന്ന് പേടിച്ചിട്ട് ഞാൻ അത്യാവശ്യം റേറ്റിൻ്റെ തന്നെ ഓർഡർ ചെയ്തതാണ്. പക്ഷേ നിങ്ങൾ മേടിക്കുമ്പം വുഡിൻ്റെ മെറ്റീരിയലോ അതൊക്കെ ആയിരിക്കും കൂടെ നന്നാവുക. കാരണം ഇത് വെൽവെറ്റിഷാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടി പിടിക്കുന്നുണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് മെറ്റീരിയൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെറ്റീരിയൽ നോക്കാം. എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾക്ക് സിമിലർ ഐറ്റംസ് അതിൽ പോയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ സ്റ്റാക്സ് മാത്രമല്ല, നിങ്ങൾക്ക് കാണാം എൻ്റെ കുറച്ച് ബാംഗിൾസും ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ബാംഗിൾസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, ഞാൻ സ്റ്റാക്സ് മാത്രം കാണിച്ചു പോവാം. സോ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഞാനിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്സാണ് ഷീൻ, ട്രെൻഡിയോൾ, ടെമു എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ആപ്സ് ഒന്നും നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പിന്നെ എനിക്കറിയാം എൻ്റെ യൂട്യൂബിൽ മോസ്റ്റ് ഓഫ് ദ ഓഡിയൻസ് ആ ഫ്രം കേരള, ഇന്ത്യ ഒക്കെ ആയിരിക്കും. UAE ഓഡിയൻസ് കുറവായിരിക്കും. കാരണം ഇപ്പം ഞാൻ വന്നിട്ട് കുറച്ചല്ലേ ആയുള്ളൂ. സോ ഇന്ത്യയിലുള്ളവർക്ക് ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. ബട്ട് ഐ ഹേർഡ് ലൈക്ക് ഷീൻ ആപ്പൊക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. ഓൺലൈൻ അവൈലബിൾ ആണെന്നോ ഓഫ്ലൈൻ അവൈലബിൾ ആണോ എന്തൊരു സംഗതി ഉണ്ട് ഇന്ത്യയിൽ. എന്തോ ഒന്ന് ഷീൻ തുടങ്ങി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ബാൻ ചെയ്തിട്ട് വീണ്ടും അവർ റീസ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഇത് മോസ്റ്റ്ലി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഷീൻ എന്നാണ്. 1-2 ഒക്കെ മിന്ത്രയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ യു ഇൻ ഇന്ത്യ. ബാക്കിയെല്ലാം ഷീൻ എന്നാണ്. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ സെർച്ച് കോഡ്സ് താഴെ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ളത് കിട്ടും കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് റോന്ന് തുടങ്ങാം. ഈ ഒരു റോയിലാണ് എൻ്റെ മെയിൻ സാധനങ്ങളെല്ലാം. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സ്റ്റാക്ക് കളക്ഷൻ ഞാൻ ഇതിലാണ് വെച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ചങ്കി ഒരു ബ്രൗൺ മിക്സ് വരുന്ന ഒരു സെറ്റ് ഓഫ് ഹാൻഡ് സ്റ്റാക്സ് ആണ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല ഇപ്പം ഭയങ്കര മിനിമലൊക്കെയാണ് നമ്മുടെ ഡ്രസ്സ് എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഹെവി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചങ്കി ബാംഗിൾ സ്റ്റാക്സ് ആണ്. ഇതിൻ്റെ തന്നെ പല ഷേപ്സും അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ റൗണ്ട് ഒക്കെ വരുന്ന ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇതാണ് ഫസ്റ്റ് ഓഫ് മൈ ഫേവറേറ്റ്. ഇത് പിന്നെ നമുക്ക് മീഷോ തൊട്ട് ആമസോൺ തൊട്ട് നാട്ടിലെല്ലായിടത്തും അവൈലബിൾ ആയിട്ട് കണ്ടിട്ടുള്ളൊരു സ്റ്റാക്കാണ് ഈ ഒരു ബാംഗിൾ സ്റ്റാക്ക്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം നമുക്കിപ്പം എത്നിക്കിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സസിൻ്റെ കൂടെ ആണെങ്കിലും ഒരുപോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഇത്. ആക്ച്വലി ഇത് ഇടാൻ എനിക്ക് ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഞാൻ എന്തായാലും നാട്ടിൽ പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് കല്യാണമൊക്കെ കൂടുമെങ്കിൽ ഇടാമല്ലോ. ഇവിടെ നമ്മൾ അങ്ങനെ ഫങ്ഷനായിട്ടൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഇതങ്ങനെ യൂസ് വന്നിട്ടില്ല. ഞാൻ വാങ്ങി വെച്ചതേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ വൺ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ റോസ് ഗോൾഡ് ഷെയ്ഡൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ബട്ട് ഐ തിങ്ക് ഗോൾഡ് ഗോസ് വിത്ത് എവറിത്തിങ്. പിന്നെ അതുപോലെ തന്നെ ഇതും നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഈ ഒരു ഫ്ലവർ ബാംഗിൾ സ്റ്റാക്ക്. ഓക്കെ, ഇതും അടിപൊളിയാണ്. പണ്ടൊന്നും നമുക്ക് ഗോൾഡൻ കളർ സാധനങ്ങളെ ഇഷ്ടമല്ല, പക്ഷെ ഇപ്പം ഫുൾ ഗോൾഡൻ കളർ ഐറ്റംസാണ് ഇപ്പം എല്ലാവരുടെ അടുത്തും ഉള്ളത്.
കാരണം മിനിമൽ എന്നുള്ളൊരു സംഗതി ഗോൾഡൻ സാധനങ്ങൾക്കാണല്ലോ. സോ അങ്ങനെ. സോ ദിസ് ഈസ് ദ വൺ. ഇതെല്ലാം ഷീനിന്ന് കേട്ടോ. ഇതും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാക്കും എല്ലാം ഷെയ്നിന്നാണ്. നമുക്ക് കാണുന്നില്ലേ, വെയിലടിക്കുന്നുണ്ടോ? ഐ ഡോണ്ട് നോ. സോ ഇത് മൂന്നും ഷെയ്നിന്നാണ്. സോ ഇനി കംസ് വേറൊരു സെറ്റ് ഓഫ് ഓഷ്യൻ കളേർഡ് ബ്രേസ്ലെറ്റ്സ്. ലൈക്ക് ഈ ഒരു ഹാൻഡ് സ്റ്റാക്ക് ഞാൻ ഇടുമ്പോഴൊക്കെ എവിടുന്നാന്ന് ചോദിക്കാറുണ്ട്. ദിസ് ഈസ് ഓൾസോ ഫ്രം ഷീൻ. നല്ലൊരു കളറാണ്. നമുക്കൊരു ബീച്ച് ഔട്ട്ഫിറ്റ്, ഒരു വെക്കേഷൻ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്ത് പോവാം. സോ ഇതാണ് സംഭവം. നല്ല കളറല്ലേ? ഐ ലവ് ദിസ് കളർ. പിന്നെ അടുത്തത്, ഇതിൻ്റെ ഒരു ഉറവിടം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി, ഇതിൻ്റെ സോഴ്സ് ഇട്ടാ. ഇത് ആക്ച്വലി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഐ ബോട്ട് ഇറ്റ് ഫ്രം ഹൈലൈറ്റ് മോളിലെ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് ഞാനിത് മേടിച്ചത്. കുറേ കൊല്ലങ്ങളായിട്ട് എൻ്റെ കയ്യിൽ ഉള്ളൊരു സാധനമാണ്, പക്ഷെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വാങ്ങി അതുപോലെ പെട്ടിയിലെടുത്ത് വെക്കുകയാണ് ചെയ്തത്. പിന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് സ്റ്റാക്സ് ട്രെൻഡിങ് ആയി തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് വാച്ചിൻ്റെ കൂടെ ഒക്കെ ഇടുമ്പം കുറേ പേര് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണെന്ന്. സോ ഇറ്റ്സ് ഫ്രം ലൈഫ് സ്റ്റൈൽ. ഇനി അടുത്ത റോല്, ഈ ഒരു റോല് കംപ്ലീറ്റ്ലി ബാംഗിൾസ് ആണ്. ഇത് ഫുൾ സ്റ്റീൽ ബാംഗിൾസ് ആണ്. ഇത് നമുക്ക് ഹാൻഡ് സ്റ്റാക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ പണ്ട് മീഷോന്ന് മേടിച്ചതാണ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് സ്റ്റാക്ക് ഏതാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അത് ബ്ലാക്ക് തന്നെ ആയിരിക്കും, കാരണം ബ്ലാക്ക് എല്ലാത്തിൻ്റെയും കൂടെ പോവുമല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് എൻ്റെ ട്രിപ്സിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് സ്റ്റാക്സ്. കാണുന്നുണ്ടോ? ബിക്കോസ് ഇതെല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോവുമായിരുന്നു. ഞാൻ എൻ്റെ ട്രിപ്പിന് പ്ലാൻ ചെയ്തതെല്ലാം ഒരു ബ്ലാക്ക് ബേജ് മിനിമൽ ഔട്ട്ഫിറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ പോകുന്ന ഹാൻഡ് സ്റ്റാക്ക് ബ്ലാക്ക് കളറിലാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ആക്ച്വലി ഇത് നല്ല ലൂസായിട്ടൊക്കെ ഉണ്ട്, ഇട്ടിട്ട് നല്ല ലൂസാണ്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പൊട്ടിപ്പോയി. ഇടുമ്പം പൊട്ടിപ്പോകുന്നതാണ്. ഇപ്പോൾ ആകെ ഇപ്പോൾ 4 എണ്ണേ ബാക്കിയുള്ളൂ. So this is one of my most used and favorite hand stack. ഇതും എൻ്റെ അടുത്ത് ഒരുപാടായിട്ട്, അതും ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ബ്രൗൺ കളർ, ബ്രൗണും ബ്ലാക്കും ഒക്കെ നിങ്ങളുടെ അടുത്ത് എന്തായാലും വേണം, കാരണം അതൊരു ഓൾമോസ്റ്റ് എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയും പോകുമല്ലോ. സോ ദാറ്റ്സ് വൈ ഇങ്ങനൊരു ഹാൻഡ് സ്റ്റാക്ക്. ഇതും ഐ തിങ്ക് ദിസ് ഇസ് ഫ്രം ഇന്ത്യ, ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ എവിടെ നിന്നാണെന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് മീഷോന്ന് മേടിച്ചിട്ടുള്ള ഈ ഒരു സിൽവർ കളർ ഓക്സിഡൈസ്ഡ് അല്ല, സിൽവർ കളർ ഹാൻഡ് സ്റ്റാക്ക്, ഐ മീൻ ബാങ്കിൾ പോലത്തെ. അപ്പം ഇതൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് ബാംഗിൾസ് ഇട്ടൊരു എഫക്റ്റ് ആണല്ലോ. സോ ദിസ് തിങ് ഇസ് ഫ്രം മീഷോ, ഐ തിങ്ക് 160 rupees അങ്ങനെ എന്തോ. ഇതിടാൻ നല്ല രസമാണ്. ഐ വിൽ ഷോ യു. ഇതെനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാ ഗേൾസിൻ്റെ അടുത്തും ഞാൻ കണ്ടുവരുന്നൊരു സാധനമാണ്, പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. മീഷോയിൽ ഇതിൻ്റെ തന്നെ ഗോൾഡൻ കളർ അവൈലബിൾ ആണ്, റോസ് ഗോൾഡ് ഇല്ല, ഗോൾഡൻ കളർ ആൻഡ് സിൽവർ കളർ അവൈലബിൾ ആണ്. നല്ല രസമില്ലേ? ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നുണ്ട്. സോ ദിസ് ഈസ് മൈ അനദർ ഫേവറേറ്റ് ഹാൻഡ് സ്റ്റാക്ക്. പക്ഷെ ഇതൊന്നും ഇടാൻ എനിക്ക് ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഈ സ്റ്റൈലിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദം ഞാൻ യൂസ് ചെയ്യും. പക്ഷെ ദ തിങ് ഈസ് നമുക്ക് പുറത്തേക്ക് അങ്ങനത്തെ ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ അത്രയും ഡ്രസ്സപ്പ് ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷനോ ഇങ്ങനെ കിട്ടിയിട്ടില്ല. സോ ദിസ് ഈസ് വൺ. ഇനി 3 എണ്ണം കൂടിയൊക്കെ ഉള്ളൂ കേട്ടോ. അതിൽ ഒരു ബാംഗിളുണ്ട്, അത് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. സോ നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലാകെ കൂടെ 3 എണ്ണം വരുന്നുള്ളൂ. സോ ഈ ഒരു ബാംഗിൾ ഞാൻ നിങ്ങൾക്ക് മുന്നേ തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളുടെ ഇതിൽ കാണിച്ചിട്ടുണ്ടാവും. ഇത് സെമിക്ക് ഇഷ്ടപ്പെട്ടിട്ട് സെമി വാങ്ങിച്ചതാണ്, പക്ഷെ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ ട്രെൻഡിങ് ആവുന്നുണ്ട്. ഇതിൻ്റെ വേറെ തന്നെ കളേഴ്സിലൊക്കെ വരുന്ന സാധനങ്ങൾ വാച്ചിൻ്റെ കൂടെ, ഇതൊന്നും മാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരുപാട് എണ്ണം ഇട്ടിട്ടുള്ള സംഭവം ഇപ്പോൾ ട്രെൻഡിങ് ആണ്. സോ ഇതെല്ലാവരും നോക്കി വെച്ചോ. നെക്സ്റ്റ് ട്രെൻഡിങ് ഐറ്റം വിത്ത് ചാംസ് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ ഒരു സാധനം, ഇതിൻ്റെ ചാംസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, നേരത്തെ നമ്മൾ ബ്രൗൺ ബ്ലാക്കിലൊക്കെ ഒരു ഹാൻഡ് സ്റ്റാക്ക് കാണിച്ചു, അതേപോലെ
ഒരുവിധം എല്ലാ ഡെനിം ഡ്രസ്സസിൻ്റെ കൂടെയും പോകുന്നൊരു ഷെയ്ഡാണ് ഇത്. ഓക്കെ, ഇതിൽ മിക്സ് ഓഫ് ബ്ലൂ, ഗ്രേ അങ്ങനെ എല്ലാം കൂടെ വരുന്നുണ്ട്. സോ ഇതും നല്ലതാണ്, കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരുവിധം ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ പോവും. ഡെനിം ഡ്രസ്സസിൻ്റെ കൂടെ ആണെങ്കിലും ജീൻസ് ഒക്കെ ഇടുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണെങ്കിൽ ഇത് നല്ലൊരു സംഭവമാണ്. സോ ഇതൊക്കെ ആക്ച്വലി വാച്ചിൻ്റെ കൂടെ വേണം സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചിരുന്നു എന്ന് മാത്രം. ഇനി ലാസ്റ്റ് വൺ, ഇതും ഇതേപോലെ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നതായിരുന്നു, നല്ല ടേസൽസ് ഒക്കെ വന്നിട്ട്. അപ്പോൾ ആ ടേസൽസ് വരുന്ന സാധനം മാത്രം പൊട്ടിപ്പോയി. അതായിരുന്നു ഇതിൻ്റെ ഹൈലൈറ്റ്. അതായത് ഇതിലിപ്പം ഇങ്ങനെ ഒരു ഹൈലൈറ്റ് സാധനമില്ലേ, അതേപോലെ ഇതിൻ്റെ കൂടെ ആ ഒരു ടെസൽസ് വരുന്ന ബ്രേസ്ലെറ്റ് ആയിരുന്നു ആക്ച്വലി ഇതിൻ്റെ ഹൈലൈറ്റ്. പക്ഷേ അത് പൊട്ടിപ്പോയി. അപ്പോൾ ഇത് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ഇതൊരു ബേജ് ഔട്ട്ഫിറ്റ്, അങ്ങനെയൊക്കെയുള്ള ബ്രൗൺ ഔട്ട്ഫിറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള ഷെയ്ഡ്സിൻ്റെ കൂടെ ഇത് നിങ്ങൾക്ക് വാച്ചിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ഹാൻഡ് ബാഗ്സ് കളക്ഷൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, ഇതിനാണോ അപ്പോൾ നമ്മൾ ചോദിച്ചത്? അതെന്നെ എനിക്കും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇതിനാണോ ഇത്രമാത്രം ചോദിച്ച് നടന്നത്? ഇതൊക്കെ ഞാൻ എപ്പോഴും ഇട്ട് സ്റ്റോറി ഇടുന്നതും ഇൻസ്റ്റയിൽ യൂസ് ചെയ്യുന്നതുമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൽ വീഡിയോ എടുക്കാൻ എന്തിനാ എന്നൊക്കെ ഞാൻ കുറേ ആലോചിച്ചതാണ്. ബട്ട് സ്റ്റിൽ ഒരു വീഡിയോ കിടന്നോട്ടെ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണല്ലോ. സോ നിങ്ങൾക്ക് ഇതിൻ്റെ കോഡ്സോ സെർച്ച് കോഡ്സോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. വേണ്ടവർ എന്തായാലും പോയിട്ട് നോക്കുക. വേറെയും ഇഷ്ടംപോലെ കളക്ഷൻസ് ഷീനിലുണ്ട്, ഇതന്നെ വാങ്ങിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളക്ഷൻസ് ഷീനിലുണ്ട്. അപ്പം എല്ലാവരും പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഒരു 13-12 ദിറംസ്, 6 ദിറംസ്, 4 ദിറംസ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. കുറേ സ്റ്റാക്സ് ഒക്കെ വരുന്നതാണെങ്കിൽ ഒരു 10 to 12 ദിറംസ് അങ്ങനെയൊക്കെ പോവും. സോ കുറച്ചൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ ഒരു 4-5 ദിറംസിലൊക്കെ കിട്ടും. സോ എന്തായാലും നോക്കി നോക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you all with another video. പിന്നെ ഒരു കാര്യം കൂടെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വീഡിയോ റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്കത് പിന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. So that's all about today's vlog guys. So see you all in that video.